എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ അവസരത്തിൽ നിങ്ങൾക്കൊരു മെസ്സേജ് തരണം എന്ന് എന്നോട് പറഞ്ഞപ്പം എനിക്ക് ആദ്യമേ ഒരു മൊത്തം കൺഫ്യൂഷനായിരുന്നു. നിങ്ങളുടെ എന്ത് മെസ്സേജാണ് വേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മനസ്സിലാക്കി, നിങ്ങൾക്ക് പ്രൊഫഷനിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയേണ്ടതെന്ന് എന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ അതിന് ട്രൈ ചെയ്യാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഡോക്ടറാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മെഡിക്കൽ കോളേജിൽ വന്നു, പല സ്റ്റേജിൽ നിങ്ങളെത്തി. ഇനി കുറേ കഴിയുമ്പോൾ നിങ്ങളേതായാലും ഡോക്ടറാകും, ഹൗസ് സർജനാകും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ പ്രാഥമിക മര്യാദകളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നമ്മളുടെ ജീവിതം സേവനത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതാണ് നമ്മൾ എടുക്കുന്ന ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. നമ്മുടെ എല്ലാ മനസ്സിലൊരു ഡോക്ടറുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളി ജീവിതം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലായിടത്തും ബഹുമാനമുണ്ട്, അതെല്ലാം അങ്ങനെയാണ്. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രാക്ടീസിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടുകയില്ല. കിട്ടണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മാർത്ഥത. ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് പലപ്പോഴും അത്ര സന്തോഷമുള്ള ജോലികളായിരിക്കുകയില്ല. പലപ്പോഴും വളരെ 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 ലോ ഗ്രേഡ് വർക്കുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. എനിമ കൊടുക്കേണ്ടി വരും, യൂറിൻ എടുക്കേണ്ടി വരും, ഡ്രസ്സിങ് വുണ്ടുകൾ ചെയ്യേണ്ടി വരും, ബെഡ്റൂം ആളുകളെ നമ്മൾ പരിചരിക്കേണ്ടി വരും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ ഗൈഡൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലെല്ലാം നമ്മളുടെ ഡെഡിക്കേഷനാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തീർച്ച പറയാം, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റാർവ് ചെയ്യേണ്ടി വരികയില്ല. നിങ്ങളുടെ ജീവിതം എപ്പോഴും ഹൈ ഗ്രേഡ് ആയിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന പണത്തിന് ഒരു ലിമിറ്റ് വേണം. നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണം നമ്മളുടെ പുറകെ വന്നോളും. പക്ഷെങ്കിൽ നിങ്ങൾ പണത്തിന് പുറകെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളിൽ നിന്ന് പോകും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വന്നു ചേരുന്ന, അങ്ങനെ അന്യായമായി വന്നു ചേരുന്ന ഒരു പൈസയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ കരുതി വെച്ചോളണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റികൾ എടുക്കാം. സ്പെഷ്യാലിറ്റിയിൽ ഇപ്പം ഞാനിപ്പം സർജനാകുകയാണ്. എൻ്റെ ഒരു പാഷനായിരുന്നു സർജൻ. എനിക്ക് ഏത് സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി പോകാമായിരുന്നു. അതിൽ തന്നെ ജനറൽ സർജറിയും കോൺസെൻട്രേറ്റിംഗ് ഓൺ ടീച്ചിങ് എൻ്റെ പാഷനായിരുന്നു. ഞാനിപ്പം 50 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഞാനിപ്പം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ജനറേഷനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അത് നിങ്ങൾ 3ാമത്തെ ജനറേഷനാണ്. അപ്പം ഗ്രാൻഡ് ചിൽഡ്രൻ്റെ സ്റ്റാറ്റസാണ്. അപ്പോൾ ഒരു സർജൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഫാസിനേഷൻ, സർജറി ഈസ് എ ഫാസിനേറ്റിംഗ് സബ്ജക്റ്റ്, അഡ്വഞ്ചറസ് ആണ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, ഡൈനാമിക് ആണ്, ഒത്തിരി ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് കോർഡിനേഷൻ ഉണ്ട്. നമ്മൾ ഒത്തിരി പേരെ കോർഡിനേറ്റ് ചെയ്യണം. അവരുടെ എല്ലാ സഹകരണം നമുക്ക് വേണം. അതിനകത്ത് കൊളീഗ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ബാക്കി എക്യുപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. എന്നാൽ പോലും ചില അവസരങ്ങളിൽ നമ്മൾ പരാജയം ഫേസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഇപ്പോഴേ കരുതിക്കൊള്ളണം. നമുക്ക് അറിവുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നാണ്. അനുഭവങ്ങൾ അബദ്ധങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അത് കാരണം നമുക്ക് അബദ്ധം പറ്റും, തെറ്റ് പറ്റും. പക്ഷേ അതിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. പിന്നെ ഒരു സർജന് വേണ്ടിയ 4 ക്വാളിറ്റീസ് ഞങ്ങൾ പറയുന്നത്: ആൻഡ് ഈഗിൾസ് ഐ, എ ലയൺസ് ഹാർട്ട്, ലേഡീസ് ഫിംഗർ ആൻഡ് ദി സ്റ്റാമിന ഓഫ് എ ഡോങ്കി. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഈഗിൾസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ അകലെ കാണാനുള്ള കഴിവ് ഈഗിളിനുണ്ട്. അപ്പം നമുക്ക് ഒരു ഇത് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്ത് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അതിനകത്ത് എന്ത് ഒബ്സ്റ്റക്കിൾ വരും, ആ ടാർഗറ്റിൽ എങ്ങനെ എത്താം, ആ ഒരു വിഷൻ വേണം. നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലയൺസ് ഹാർട്ടാണ് 7-8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ നിന്ന് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ന്യൂറോ സർജറി, ഒരു ബ്രെയിൻ ട്യൂമർ 8-10 മണിക്കൂർ എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് സ്റ്റാമിന, ക്ഷമ, അതെല്ലാം വേണം. ലയൺസ് ഹാർട്ടാണ്, ഡിറ്റർമിൻഡാണ്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലേഡീസ് ഫിംഗറാണ്, സോഫ്റ്റ് ഡെലിക്കേറ്റ് ഫിംഗർ. നമ്മൾ ഓരോ ടിഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും സോഫ്റ്റായിട്ടേ ഹാൻഡിൽ ചെയ്യാവുള്ളൂ. അതല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ കേട്ടത് സർജൻ എന്ന് പറഞ്ഞാൽ വെട്ടി കീറി മടിച്ചു അല്ല. സർജൻ ഈസ് ദി വൺ ഹു ഹാസ് മാക്സിമം സോഫ്റ്റ്നെസ്.
പിന്നെ അവസാനത്തത് ഡോങ്കിയുടെ സ്റ്റാമിന, കഴുത വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണം. രാത്രിയില്ല, പകലുമില്ല, ഊണുമില്ല, ഉറക്കവും ഇല്ല, ഫ്രണ്ട്സും ഇല്ല, എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഹോളിഡേയ്സും ഇല്ല. ഇതൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ സന്നദ്ധമാണെങ്കിൽ ശരിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യേണ്ടത് ഒരുപാട് ഡയറക്റ്റി വർക്കുകൾ എന്താ പറഞ്ഞ പോലെ ചെയ്യേണ്ടി വരും. അതിനെല്ലാം ഉള്ള ബിൽഡിങ്ങിനെസ് വേണം നിങ്ങൾക്ക്. ആ ക്വാളിറ്റി നിങ്ങൾ ഇപ്പം തന്നെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എനിക്കിതൊക്കെ പറ്റുമോ, പിന്നെ ഇനി അഥവാ ഇതിനകത്ത് ഇനി വന്ന് വിട്ടുപോയെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആത്മാർത്ഥതയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ, ആശംസകൾ ഞാൻ നേരുന്നു. നിങ്ങളിൽ വളരെ കുറച്ച് പേര് സർജറിയിലേക്ക് വരണം. അത് മോട്ടിവേഷൻ ഉള്ളവർ വേണം വരാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാകും. സോ താങ്ക് യു ഫോർ ഗിവിങ് മീ ഓപ്പർച്യൂണിറ്റി.